പ്രസവരക്ഷ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഞാൻ ഡോക്ടർ അഖില, ജീവിത ആയുർവേദത്തിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. ന്യൂ മദേഴ്സിനും എക്സ്പെക്റ്റിംഗ് മദേഴ്സിനും അതുപോലെ അവരുടെ മദേഴ്സിനും ഒക്കെ ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഐഡിയലി നമ്മൾ ഡെലിവറിക്ക് ശേഷം പ്രസവരക്ഷ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. നോർമൽ കേസിൽ നമ്മളിപ്പോൾ ഒരു നോർമൽ ഡെലിവറി ആണ്, അമ്മ ഹെൽത്തി ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അമ്മയ്ക്ക് വേറെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നുമില്ല, അമ്മയുടെ അപ്പറ്റൈറ്റൊക്കെ വിശപ്പൊക്കെ നോർമലാണ്, കുഞ്ഞും ഓക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ മെഡിസിൻ ഉൾപ്പെടെ നമുക്കൊരു 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള മദേഴ്സിൻ്റെ കാര്യമാണ്. ഇപ്പോൾ സിസേറിയൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സർജിക്കൽ വൂണ്ട് അവിടെ വരുന്നുണ്ട്. അതുപോലെ കുറച്ച് അധികം ദിവസമെങ്കിലും അമ്മയ്ക്ക് ആൻറ്റിബയോട്ടിക്സും ബാക്കി മരുന്നുകളും കഴിക്കേണ്ടതായിട്ട് വരും. പ്രോപ്പർലി ലാക്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രസവരക്ഷയുടെ ചികിത്സകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഐഡിയലി നമ്മൾ അമ്മ ഹെൽത്തി ആണ്, അമ്മയ്ക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ബാക്കി ആൻറ്റിബയോട്ടിക്സും ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 വീക്സ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് ജീവിതയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അമ്മയുടെ ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല, അമ്മയ്ക്ക് ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ വൂണ്ട് ഹെൽത്തി ആയിട്ടില്ല, വൂണ്ട് ഹീലിംഗ് ഇനിയും ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതൊരു 1 വീക്ക് കൂടി പോസ്റ്റ്പോൺ ചെയ്തിട്ട് നമ്മളൊരു 3 വീക്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇല്ല, കുഴപ്പമില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വൂണ്ടിൻ്റെ ഹീലിംഗ് മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ, വൂണ്ട് ഹീൽ ആവുന്നുണ്ട്, വൂണ്ട് ഹെൽത്തി ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വീക്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ അമ്മയുടെ ഹെൽത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വീക്ക് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സിസേറിയൻ ആണ്, അമ്മ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 വീക്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് അമ്മയ്ക്ക് ക്ഷീണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 വീക്ക് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.